റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം. ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടെ ഒളിച്ചിരുന്ന പ്രതി വെടിയുതിർക്കുകയായിരുന്നു. സംഭവം വധശ്രമമെന്ന് കരുതുന്നതായി FBI വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടെ ഫ്ലോറിഡ വെസ്റ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബ്ബിന് സമീപം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വെടിവെപ്പുണ്ടായത്. ക്ലബ്ബിൽ ഗോൾഫ് കളിക്കുകയായിരുന്ന ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഗോൾഫ് കോഴ്സ് പാതി അടച്ചിരുന്നു. തോക്കുമായി എത്തിയ പ്രതിയെ വേലിക്കെട്ടിന് പുറത്തുനിന്ന് ഒന്നിലേറെ തവണ വെടിവെച്ചതായി റിപ്പോർട്ടുകൾ. പ്രതി ഹവായ് സ്വദേശിയായ 58-കാരനായ റയൻ വെസ്ലി റൌത്താണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിക്കു നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തെങ്കിലും SUV-യിൽ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട ഇയാളെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇയാൾ വെടിയുതിർക്കാൻ ഉപയോഗിച്ച തോക്ക്, 2 ബാക്ക് പാക്കുകൾ തുടങ്ങിയവ ഗോൾഫ് കോഴ്സിന് സമീപത്തുനിന്ന് കണ്ടെടുത്തു. ട്രംപ് സുരക്ഷിതനാണെന്ന് അദ്ദേഹത്തിന്റെ പ്രചാരണ സംഘവും സീക്രട്ട് സർവീസും അറിയിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തുനിന്ന് മാറ്റിയ ട്രംപ് മാർ-എ-ലാഗോ റിസോർട്ടിലേക്ക് മടങ്ങി. തനിക്ക് സമീപം വെടിവെപ്പുണ്ടായെന്ന് സ്ഥിരീകരിച്ച ട്രംപ് അഭ്യൂഹങ്ങൾ നിയന്ത്രണാതീതമായി പ്രചരിക്കും മുൻപ് താൻ സുരക്ഷിതനാണെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒന്നിനും തന്നെ പിന്തിരിപ്പിക്കാനാവില്ലെന്നും അനുഭാവികൾക്കായി അയച്ച സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 13-ന് പെൻസിൽവാനിയയിലെ റാലിക്കിടെ ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായിരുന്നു. പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ വെടിവെപ്പിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്.